ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ദിവസം, അതായത് ഏകദേശം തന്നെ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഈ സൈഡ് ഉണ്ടായിരുന്ന എല്ലാ പറവകളും ഡെഡായി. മിക്കവാറുമുള്ള പറവയെ ഡെഡായി. അതിൽ 1-2 മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെനിക്ക് അന്നൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത്, ആ ബേഡ് എങ്ങനെയാണ് മരിച്ചത് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ, അതായത് എൻ്റെ ഈ ലോഫ്റ്റിൽ മരിച്ചതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലോഫ്റ്റിൽ മുഴുവൻ ബേഡും തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു രൂപത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതായത് ഫുള്ളും മരിച്ചും അതുപോലെ തന്നെ കഴുത്തില്ല, ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുപാടധികം തന്നെ ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പൂച്ച ശല്യം, അതുപോലെ തന്നെ നമുക്കിങ്ങനെ മരപ്പട്ടി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകാനായിട്ട് പറ്റും. ഈ ഒരു സാധനം നമ്മുടെ ഇവിടെ ഭയങ്കര രീതിയിലുള്ള ഒരു ശല്യമാണ് കേട്ടോ. അപ്പോൾ അത് നൈറ്റ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ പോലും തന്നെ നമ്മുടെ പറവയെ കൊന്ന് അതിൻ്റെ ആ ഒരു രക്തം കുടിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് എന്തായിരുന്നാൽ അതിനുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു. കണ്ടതിൽ തന്നെ വളരെയധികം തന്നെ വിഷമമേറിയ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ബേഡ് ഏകദേശം തന്നെ 25ഓളം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ ഡെഡായി കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. നമ്മളിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട്, അതായത് വൈകിട്ട് വരുന്നു, നമ്മൾ ഈ ഒരു ബേഡിനെ പറപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ആ ഒരു ബേഡ് ഡെഡായി കിടക്കുന്നതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി, എത്രത്തോളം തന്നെ വിഷമമുണ്ടാവും നമ്മുടെ മനസ്സിൽ. എനിക്ക് തന്നെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഒരു ബേഡിനെ ടേം ചെയ്തെടുക്കാൻ പെടുന്ന പാട് നമുക്ക് മാത്രമേ അറിയാവൂ. അതായത് പറവ വളർത്തുന്ന എല്ലാവർക്കും തന്നെ ഒരു പാടെന്ന് പറയുന്നത്, ആ ഒരു ബേഡിനെ ട്രെയിൻ ചെയ്ത് പറപ്പിച്ചെടുക്കുമ്പോഴാണ് അവർക്ക് എന്തായിരുന്നാലും ആ ഒരു റിലീഫ് കിട്ടുന്നത്. നമ്മുടെ ബേഡ് അതുപോലെ തന്നെ നല്ല രീതിയിൽ കാഴ്ച വെക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ നമ്മളെല്ലാവരും തന്നെ പറപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോലും തന്നെ, ഇപ്പോൾ ദാ ഈ കാണുന്ന ഈ ഒരു ചെറിയ മെഷാണെങ്കിൽ പോലും തന്നെ ചെറിയ രീതിയിൽ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പോലും തന്നെ ആ ഒരു മരപ്പട്ടി നല്ല രീതിയിലുള്ള ഒരു പണി കൊടുക്കും. നമ്മുടെ ബേഡിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊന്ന് ഇതാക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം എന്ത് പറയണമെന്ന് പോലും തന്നെ അറിഞ്ഞുകൂടാ. നമ്മുടെ ലോഫ്റ്റിൽ സംഭവിച്ചു, നമ്മുടെ സുഹൃത്തിൻ്റെ ലോഫ്റ്റിൽ സംഭവിച്ചു. അപ്പോൾ ഇനി ആരുടെ ലോഫ്റ്റിൽ അത് സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല രീതിയിലുള്ള ഒരു കെയർ എന്തായിരുന്നാലും നമ്മൾ ആ ഒരു ലോഫ്റ്റിൽ കൊടുക്കുക. നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു. ഇതിപ്പോൾ വീണ്ടും സംഭവിച്ചു. എന്ത് പറയാൻ, ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് കരുതിയതല്ല, പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കാമെന്ന് കരുതി. നമ്മൾ ഒരുപാട് ദിവസമായില്ല ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനിത് ബേസിക്കായിട്ട് എടുത്ത് പറയുന്നതാണ്. നമ്മളിപ്പം രാത്രി ചെയ്ത് വയ്ക്കുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഓക്സിജനും പോകാനൊക്കെ ആയിട്ട് സൈഡിൽ തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ പറ്റുന്ന രീതിയിലുള്ള കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഇതിങ്ങനെ സംഭവിക്കുകയാണ്. ഇപ്പം മരപ്പട്ടി ശല്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മരപ്പട്ടി വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് മറക്കരുത്. മരപ്പട്ടി തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഒരാളിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കൂടിയിട്ട് തന്നെ ഇപ്പം അവൻ്റെ പറവ ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള വാശിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പറവ ഫീൽഡിൽ വരാം. പക്ഷേ ഒരു മനുഷ്യൻ അങ്ങനെ കയറി അതിനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മരപ്പട്ടി ആയിരിക്കാം ഇതെന്തായിരുന്നാലും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇത്രയേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ.